പ്രിയപ്പെട്ടവരെ നമസ്കാരം. അരുവിപ്പുറം ദേവി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ കല്ലറ മുതുവിള അരുവിപ്പുറം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ വാമനപുരം നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും വൈകുന്നേരവും, എല്ലാ മലയാള മാസം 1-ാം തീയതി രാവിലെയും വൈകുന്നേരവും, കൂടാതെ മറ്റു വിശേഷ ദിവസങ്ങളിലുമാണ് ക്ഷേത്രനട തുറക്കുന്നത്. കൂടാതെ വൃശ്ചിക മാസം 1 മുതൽ 41 വരെ എല്ലാ ദിവസവും ക്ഷേത്രനട തുറക്കുന്നതാണ്. കല്ലറ മുതുവിള ചുള്ളാളം റോഡെ സഞ്ചരിച്ച് അരുവിപ്പുറം കാണിക്കവഞ്ചിക്ക് സമീപമുള്ള റോഡിൽ കൂടി 1 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രനടയിൽ എത്തിച്ചേരാവുന്നതാണ്. സങ്കല്പം ഭദ്രകാളിയാണ് പഴയ സങ്കല്പം. അത് ഈ അടുത്ത കാലത്ത് ദേവപ്രശ്നത്തിലാണ് അത് തെളിഞ്ഞു വന്നത്. ഭദ്രകാളി ദേവിയെ അന്ന് നാട്ടുകാർ സ്വയം പൂജിച്ചിരുന്ന ഒരു അമ്പലമാണ്. അന്ന് അമ്പലമായിട്ടൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം അമ്പലം വന്നതിന് ശേഷമാണ് പോറ്റി വന്നതും ഈ ആഴ്ചതോറും പൂജ തുടങ്ങിയതും എല്ലാം. അപ്പം അതിനുശേഷം ഈ അമ്പലം വന്നതിന് ശേഷം വന്ന പോറ്റിമാരെല്ലാവരും അവരുടെ സൗകര്യത്തിന് അകത്തെ പൂജ ദുർഗയ്ക്കാക്കുകയും വെളിയിൽ ഭദ്രകാളിക്ക് പൂജ ഇല്ലാതാക്കുകയും ചെയ്തു. അത് വളരെ ദോഷങ്ങൾ വരികയും പിന്നെ അമ്പലത്തിൽ അതിൻ്റെ കമ്മിറ്റിക്കാർക്കും മറ്റ് നാട്ടുകാർക്കും ഒക്കെ അതിൻ്റെ ദോഷങ്ങൾ വരികയും അങ്ങനെ വന്ന് പിന്നെ രണ്ടാമത് ഞങ്ങൾ ദേവപ്രശ്നം നടത്തിയപ്പോഴാണ് തെളിഞ്ഞു വന്നത് ഇവിടുത്തെ യഥാർത്ഥ സങ്കല്പം ഭദ്രകാളി സങ്കല്പമാണ്. അന്ന് മുതലാണ് പിന്നെ ഓരോ ദിവസവും നട തുറക്കുമ്പോൾ ഭദ്രകാളിക്ക് ആദ്യം വെളിയിൽ പൂജ ചെയ്യുകയും അതിനുശേഷം അകത്ത് ദുർഗയ്ക്ക് പൂജ ചെയ്യുകയും അങ്ങനെ 2 പേർക്കും 2 അമ്പലം വേണമെന്നുള്ളൊരു തീരുമാനമായി ഇപ്പം അമ്പലം വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരണം. വാക്കുകൾക്ക് അതീതമായ പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു മനോഹരമായൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിനു സമീപമായി എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ വാവുബലി തർപ്പണം നടത്തുന്നതിനായി 10,000 എത്തിച്ചേരുന്ന ഒരു മനോഹരമായൊരു ബലിക്കടവും നമുക്ക് കാണാൻ കഴിയും. കർക്കിടകത്തിൽ ബലിയിടാൻ വരുന്ന ഭക്തർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. ഈ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കുന്നതിന് അനുവാദം തന്ന ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളൂ. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.